ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെ സ്വത്ത് വിവര കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന സംഘടനയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രരായ മുഖ്യമന്ത്രിമാരുടെ കൂട്ടത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെയും സ്ഥാനം എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പ് സമയത്ത് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്വത്ത് വിവര കണക്കുകൾ ADR കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രയായ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് മമതാ ബാനർജിയാണ്. വെസ്റ്റ് ബംഗാളിന്റെ മുഖ്യമന്ത്രിയാണ്. അവർ നമുക്ക് എല്ലാവർക്കും അറിയാം. 15 ലക്ഷം രൂപയാണ് അവരുടെ ആസ്തി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഏറ്റവും ദരിദ്രനായ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായ ഒമർ അബ്ദുള്ളയാണ്. അദ്ദേഹത്തിന്റെ ആസ്തി 55 ലക്ഷം രൂപയാണ്. ഇതൊക്കെ ദാരിദ്ര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിമാരുടെ കൂട്ടത്തിലാണ്. മുഖ്യമന്ത്രിമാരുടെ കൂട്ടത്തിൽ ഇവർക്ക് സ്വത്ത് കുറവായതുകൊണ്ടാണ് ഇവർ ദരിദ്രനായ മുഖ്യമന്ത്രിമാർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഏറ്റവും ദരിദ്രനായ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ആസ്തി എന്ന് പറഞ്ഞാൽ 1,18,00,000 രൂപയാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രിയോ? ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രി ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡു ആണ്. അദ്ദേഹത്തിന്റെ ആസ്തി 931 കോടി രൂപയാണ്. അതിൽ അതിശയിക്കാനൊന്നുമില്ല. കാര്യം ഇന്ത്യയിലെ വലിയ കമ്പനികളിൽ ഒരെണ്ണമായ ഹെറിറ്റേജ് ഫുഡ് അദ്ദേഹത്തിന്റെ ഫാമിലി ഓൺ ചെയ്യുന്ന കമ്പനിയാണ്. കേരളത്തിലൊക്കെ തന്നെ പല കടകളിലും നിങ്ങൾക്ക് ഹെറിറ്റേജിന്റെ പാല് കാണാൻ പറ്റും. അതൊക്കെ ആ കമ്പനിയുടെ. ഇനി രണ്ടാമത്തെ ഏറ്റവും ആസ്തിയുള്ള ഇന്ത്യയിലെ സമ്പന്നനായ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയായ പേമ ഖണ്ഡു ആണ്. അദ്ദേഹത്തിന്റെ ആസ്തി ഏതാണ്ട് 331 കോടി രൂപയാണ്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മൂന്നാമത്തെ മുഖ്യമന്ത്രി കർണാടകത്തിന്റെ മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യാണ്. അദ്ദേഹത്തിന്റെ ആസ്തി 51 കോടി രൂപയാണ്.